ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായ ഒരു ദിവസമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ദൈവം നമുക്ക് മനോഹരമായിട്ടുള്ള ദിവസങ്ങളാണ് ഓരോ ദിവസങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ഓരോ ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ എത്ര തന്നെ എണ്ണിയാലും മതി വരില്ല. ഒരു ദിവസത്തിൽ ദൈവം നമുക്ക് 24 മണിക്കൂർ നൽകിയിരിക്കുകയാണ്. ആ 24 മണിക്കൂറിൽ 24 മിനിറ്റ് മാത്രമേ എന്നിലൂടെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ഈ 24 മിനിറ്റിലുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമായിരിക്കും. അതുപോലെ തന്നെ എനിക്കും അത് വളരെയധികം അനുഗ്രഹമായിരിക്കും. ദൈവത്തിൻ്റെ വചനം ഇല്ലാതെയുള്ള ജീവിതം എപ്രകാരം ആയിരിക്കും എന്ന് നാം ഓരോ വ്യക്തികളും രുചിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മളുടെ ദിവസം ആരംഭിക്കുകയും, വചനപ്രകാരം മാത്രമല്ല പ്രാർത്ഥനയും ദൈവത്തിൻ്റെ വചനവും നമ്മുടെ ദിവസം ആരംഭിക്കുകയും, അപ്രകാരം തന്നെ വചനപ്രകാരം നമ്മുടെ ദിവസം അവസാനിപ്പിക്കുകയും, അതുപോലെ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ദിവസം അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും നമ്മളുടെ മേലും നമ്മളുടെ കുടുംബത്തിന്മേലും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളും വിശ്വസിക്കുന്നു, നിങ്ങളും അനുഭവിച്ച് അറിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനം ശ്രവിക്കുവാൻ നിങ്ങൾ ടിവിയുടെ മുൻപിൽ ഇരിക്കുന്നത്. നമ്മൾ എവിടെയായിരുന്നാലും, ഏത് രാജ്യത്തായിരുന്നാലും അതാത് രാജ്യത്ത് അതാത് രാജ്യങ്ങളുടെ ഉത്സവങ്ങൾ ഉണ്ടായിരിക്കും. ഉത്സവങ്ങളെന്ന് പറയുമ്പോൾ വളരെ നിറങ്ങൾ അണിഞ്ഞ ഉത്സവങ്ങളായിരിക്കും. ഉത്സവ സമയത്ത് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നവരുണ്ട്. അതുപോലെ തന്നെ ഉത്സവ കാഴ്ചകൾ കാണുവാൻ പോകുന്നവരുണ്ട്. നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഉത്സവങ്ങളിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് ഓണം തന്നെയാണ്. ഓണത്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ലോകമെമ്പാടും നടക്കുന്ന ഉത്സവങ്ങളും ഉണ്ട്. ക്രിസ്മസ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതനുസരിച്ചുള്ള ഉത്സവം, കർത്താവായ യേശു ക്രിസ്തു അപ്രകാരം ഒരു ഉത്സവം നടത്തണം എന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും അപ്രകാരമുള്ളൊരു ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എൻ്റെ പേരിൽ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു പേരിൽ ഒരു ഉത്സവം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിൽ ഒരു ദിവസമെങ്കിലും ഒരു ഉത്സവം ഉണ്ടായിരുന്നുവെങ്കിൽ. നാം നോക്കുകയാണെങ്കിൽ 6 ദിവസം ദൈവം അധ്വാനിച്ച് 7ാമത്തെ ദിവസം ഒരു ഉത്സവമായിട്ടാണ് ദൈവം നൽകിയിട്ടുള്ളത്. ശബത്, ദൈവവും അതുപോലെ മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ആ ശബത്, ആ ദിവസം ഉത്സവമായിട്ട് കാണുന്നവർക്ക് ആ ഉത്സവത്തിൻ്റെ അനുഗ്രഹം ബാക്കിയുള്ള 6 ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുൻപ് സൂചിപ്പിച്ചതുപോലെ എൻ്റെ പേരിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു പേരിൽ ഒരു ദിവസമെങ്കിലും ഉത്സവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് വേറൊന്നുമില്ല, നമ്മുടെ വിവാഹം തന്നെയാണ്. വിവാഹ ദിവസം ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഒരു പ്രാവശ്യം ലഭിക്കുന്ന വലിയ ഒരു ഉത്സവം, അവൻ്റെ പേരിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ അവളുടെ പേരിൽ ലഭിക്കുന്ന വലിയൊരു ഉത്സവം എന്ന് പറയുന്നത് വിവാഹം തന്നെയാണ്. വിവാഹത്തിൻ്റെ അന്ന് എല്ലാവരുടെയും കണ്ണ് പെണ്ണിൻ്റെ മേലോ അല്ലെങ്കിൽ ചെറുക്കൻ്റെ മേലോ ആയിരിക്കും. എല്ലാവരും സംസാരിക്കുന്നത് ആ 2 പേരെ കുറിച്ചായിരിക്കും. അവരുടെ പേരിൽ അന്ന് എല്ലാവരും കുളിച്ചൊരുങ്ങി സന്തോഷത്തോടെ വരുന്നുണ്ട്. ആ ഉത്സവത്തിന് അന്ന് നമ്മളുടെ പേരിൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കുവാൻ പോകുന്നവരുടെ പേരിൽ ആഹാരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ പോവുകയാണ്. ഇനി അടുത്ത വർഷം എൻ്റെ വിവാഹം കഴിക്കുവാൻ പോവുകയാണ്. അങ്ങനെ അപ്രകാരമുള്ള ഒരു ഉത്സവം എൻ്റെ ജീവിതത്തിൽ വരുവാൻ പോവുകയാണ്. അപ്രകാരം വിവാഹം എന്ന് പറയുന്നൊരു ഉത്സവം തന്നെയാണ്. നാം ബൈബിൾ നോക്കുമ്പോൾ എബ്രായർ
അവരുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ എബ്രായരുടെ ഇടയിൽ അവർക്ക് വിവാഹം എന്ന് പറയുന്ന ഒരു ഉത്സവം ആയിരുന്നു. അവർ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മണവാളനായി ഇരിക്കുമ്പോൾ മണവാട്ടിയായ സഭയെ ഒരുക്കുവാൻ വരുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന ആ ഒരു ഉത്സവം അടങ്ങിയ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ ഉത്സവത്തിൻ്റെ ദിവസമാണ് വിവാഹം എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അവരുടെ വിവാഹ ദിവസങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ സ്ത്രീധനം, നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുവാനേ പാടില്ല. എന്നിരുന്നാലും സ്ത്രീധനം രഹസ്യമായിട്ട് വാങ്ങുന്നവരുണ്ട്. ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ എബ്രായർ അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് അവിടെ ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിൽ സമ്മാനങ്ങൾ നൽകണം. അത് ധനമായിരുന്നാലും വസ്ത്രമായിരുന്നാലും അന്നത്തെ രീതിയിൽ സ്വർണമായിരുന്നാലും എന്തു തന്നെയായിരുന്നാലും ഭൂമിയായിരുന്നാലും സമ്മാനം നൽകി പെണ്ണിന് വിവാഹം കഴിച്ചുകൊണ്ട് വരണം. അവിടെ വിവാഹം എന്ന് പറയുന്ന ദിവസങ്ങൾ നീണ്ടു നിൽക്കും, ചിലപ്പോൾ ആഴ്ചകളും നീണ്ടു നിൽക്കും. വിവാഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഉത്സവം തന്നെയാണ്. എന്നാൽ നാം നോക്കുമ്പോൾ പലപ്പോഴും ഒരു ദൃഢമായിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ കണ്ടുവരുന്നില്ല. ഇവിടെ നമ്മുടെ പൂർവികന്മാരെ നോക്കുമ്പോൾ അവരുടെ വിവാഹ ജീവിതം വളരെയധികം വിജയകരമായിട്ടുള്ള വിവാഹ ജീവിതമാണ്. എന്നാൽ ഇന്ന് നാം എന്താണ് കണ്ടുവരുന്നത്? ഇന്ന് വിവാഹം കഴിക്കുന്നു, ചിലപ്പോൾ ഏതാനും മാസങ്ങളോ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങളോ കഴിയുമ്പോൾ അവർക്ക് പിരിയണമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള വിവാഹ ബന്ധങ്ങൾ ഇന്ന് ഏറെ കൂടി വരുന്ന അവസ്ഥ, ഡൈവേഴ്സ് അല്ലെങ്കിൽ വേർപിരിയണം എന്ന് ചിന്ത ഇന്ന് കൂടി വരുന്ന അവസ്ഥയാണ്. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കർത്താവായ ദൈവം യേശു ക്രിസ്തു, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യമായിട്ട് രണ്ട് കാര്യങ്ങളാണ് അവർ പരിശുദ്ധമായിട്ട് മാറ്റിയത്. മനുഷ്യൻ്റെ ഇടയിൽ പരിശുദ്ധമായിട്ട് മാറ്റിയത്. ഒന്ന് ശബദും, രണ്ടാമത് വിവാഹവും. ശബദെന്ന് പറയുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. വിവാഹം മനുഷ്യനും തമ്മിലുള്ള ആ പരിശുദ്ധമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഈ ബന്ധത്തെയാണ് പിശാച് മുറിക്കുവാൻ ശ്രമിക്കുന്നത്. നാം ലോകത്ത് നോക്കുകയാണെങ്കിൽ ശബദിനെ മാറ്റിമറിക്കുവാൻ ശ്രമിക്കുന്നു, ശബദ് ആരാധനകളെയും മാറ്റിമറിക്കുവാൻ ശ്രമിക്കുന്നു. അതുപോലെ ദൈവം രണ്ടാമത്തെ കാര്യം വിവാഹം പരിശുദ്ധമാക്കിയതിനെ അതിനെ മുറിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇന്ന് വിവാഹ മോചനങ്ങൾ അധികമായിട്ടും വരുന്ന ഒരു ദിവസത്തിലേക്കാണ് നാം ജീവിക്കുന്നത്. അപ്രകാരം നാം ജീവിക്കുമ്പോൾ വിവാഹം എന്ന് പറയുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് പലപ്പോഴും നാം മറന്നു പോകുന്നു. നാം എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? വിവാഹം കഴിക്കുമ്പോൾ എപ്രകാരം ജീവിക്കണം? നമ്മുടെ ചുറ്റുപാടുകൾ എന്താണ് ഒരു വിവാഹത്തിൽ നിന്നും അവർ ചിന്തിക്കുന്നത്? നമ്മുടെ പിതാവും മാതാവും ഏത് രീതിയിലുള്ള വിവാഹ ബന്ധം നയിക്കണം എന്നതിനുള്ള ചിന്തകൾ, ഇതെല്ലാം പലപ്പോഴും യൗവനക്കാർ മറക്കുകയും അവരുടെ ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ അവർക്ക്, യൗവനക്കാരെന്ന് പറയുമ്പോൾ ഞാനും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്, മറക്കുകയും നമ്മുടെ ഇഷ്ടപ്രകാരം പലപ്പോഴും നാം വിവാഹം കഴിക്കുകയും അതിൻ്റെ അന്ത്യം പിശാചിൻ്റെ കരങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനമെന്ന് പറയുന്നത്, ഞാൻ ഇതാ വേഗം വരുന്നു. കർത്താവായ യേശു ക്രിസ്തു വേഗം വരുമ്പോൾ ഈ ഭൂമിയിലായിരുന്ന നമുക്ക് യേശു ക്രിസ്തു ഓരോ ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വിവാഹ ജീവിതം. ആ ഒരു ഉത്തരവാദിത്വം നല്ല രീതിയിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ഓരോ സ്ത്രീയും പുരുഷനും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഇതാ വേഗം വരുവാൻ പോവുകയാണ്. നമുക്ക് ദൈവം ദാനമായിട്ട് നൽകിയിട്ടുള്ള വിവാഹ ജീവിത ബന്ധം നാം എപ്രകാരം തുടങ്ങണം എന്ന് നാം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു നിലവാരം രീതിയിലുള്ള ഉന്നത നിലവാരമുള്ള ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം
നമ്മുടെ കേരളത്തിൻ്റെ ചുറ്റുവട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നിയമപരമായിട്ട് ആയിരിക്കണം. ഞാൻ ബൈബിളിൽ നിന്നല്ല സംസാരിക്കുന്നത്, സാധാരണ ഗതിയിൽ നിയമപരമായിട്ട് ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കണം, ബന്ധുക്കൾ അറിഞ്ഞിരിക്കണം, നാട്ടുകാരറിഞ്ഞിരിക്കണം, എല്ലാവരും അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം നോക്കുമ്പോൾ ആ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ചുറ്റുപാടും സ്വഭാവവും എല്ലാം അവർ അറിഞ്ഞ് അതിനെ മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ ചോദിക്കുകയും ചെയ്തതിന് ശേഷം വേണം ആ ബന്ധത്തിലേക്ക് പോകേണ്ടത്. ഇത് തന്നെ ഹീബ്രു കാലഘട്ടത്തിൽ നടന്നിരുന്നു. എബ്രായരുടെ ഇടയിൽ അവർ പെണ്ണൊരു പയ്യനെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ പയ്യനൊരു പെണ്ണിനെ തിരഞ്ഞെടുക്കുകയോ ചെയ്തില്ല. അവരുടെ ഇടയിൽ മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അത് നമ്മുടെ കേരളത്തിലും അതൊരു ഉന്നതിയിൽ നിൽക്കുകയാണ്, ഇപ്പോഴും അത് കളങ്കപ്പെടാതെ നിൽക്കുകയാണ്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, വിവാഹബന്ധം അവസാനം വരെയും കൊണ്ടുപോകണം, അന്യോന്യം സ്നേഹത്തോടെ കൊണ്ടുപോകണം, അന്യോന്യം വാഗ്ദാനത്തോടെ കൊണ്ടുപോകണം. അവരുടെ പങ്കാളിത്തമാണ് അവസാനം വരെയും എത്തിക്കുന്നത്. എന്തിനാണ് ഈ പങ്കാളിത്തം പറയുന്നതെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർ പങ്കാളിത്തത്തോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും അത് അവസാനം വരെ വിജയകരമായിട്ട് പോകും. ഇതാണ് ഒരു നല്ല നിലവാരമുള്ള വിവാഹ ബന്ധം എന്ന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ പറയുന്നു. എനിക്ക് എല്ലാ രാജ്യത്തുമുള്ള അവരുടെ നിലവാര വിവാഹ ബന്ധം എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ജനിച്ചു വളർന്ന കേരളത്താണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ നോക്കിയപ്പോൾ പലരും പറയുന്നത് ഒരുപോലെ പറയുന്ന ഈ നിലവാരം തന്നെയാണ്. എന്നാൽ വിവാഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനെ കണ്ടുപിടിക്കുന്നതും പുരുഷൻ സ്ത്രീയെ കണ്ടുപിടിക്കുന്നതും വിവാഹബന്ധത്തെക്കുറിച്ച് നമ്മുടെ തിരുവചനം എന്താണ് നമ്മോട് സംസാരിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അതുകൊണ്ട് അവന് തക്കതായിട്ടുള്ളൊരു തുണയെ കണ്ടെത്തി കൊടുക്കണം. ഇവിടെ ആരാണ് പറയുന്നത്? ഇവിടെ ആദ്യ മാതാപിതാക്കൾക്ക് അവരുടെ പിതാവായ ദൈവം പറയുകയാണ്, അവർക്ക് തക്കതായിട്ടുള്ള തുണയെ കണ്ടെത്തി കൊടുക്കണം. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതുപോലെ തന്നെ മാതാപിതാക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവമാണ് തക്കതായിട്ടുള്ളൊരു തുണയെ കണ്ടെത്തി കൊടുക്കുന്നത്. ഇവിടെ പലപ്പോഴും മാതാപിതാക്കൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കണ്ടെത്തുന്നു, അതൊക്കെ ശരിയാണ്. ചിലപ്പോൾ ബ്രോക്കർ മുഖാന്തരം വരുന്നു, ശരിയാണ്. പക്ഷേ ഇവിടെ ബൈബിൾ പറയുന്നത് ദൈവം തക്കതായിട്ടുള്ളൊരു തുണയെ ആദാമിന് നൽകി. ഓരോ വ്യക്തികൾക്കും തക്കതായിട്ടുള്ളൊരു തുണയെ നൽകുന്നത് ദൈവമാണ്. അതിന് പ്രാർത്ഥനയോടുകൂടെ തുടങ്ങണം. ഒരു യൗവനക്കാരൻ ചിന്തിക്കണം, എനിക്ക് തക്കതായിട്ടുള്ളൊരു തുണയെ നൽകുന്നത് ദൈവമാണ്. അത് ചിലപ്പോൾ ബ്രോക്കർ മുഖാന്തരമായിരിക്കും, ചിലപ്പോൾ മാതാപിതാക്കൾ മുഖാന്തരമായിരിക്കും, ചിലപ്പോൾ ഞാൻ സ്വന്തമായിട്ട് കണ്ടെത്തുന്നതായിരിക്കും. പക്ഷേ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. പ്രാർത്ഥനയോടുകൂടി നാം ഒരു പെൺകുട്ടിയെ കാണണം, അല്ലെങ്കിൽ ഒരു യൗവനക്കാരൻ ചിന്തിക്കുന്ന അതിസുന്ദരിയായ ഒരു കുട്ടിയായിരിക്കണം, താഴ്മയുള്ള കുട്ടിയായിരിക്കണം എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പിന്നെ യൗവനക്കാരത്തികൾ എന്താണ് ചിന്തിക്കുന്നത്? സൗന്ദര്യമൊന്നും അധികമില്ലെങ്കിലും എൻ്റെ സാരിയുടെ തുമ്പിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയാൽ മതി എന്ന് പല യൗവനക്കാരികളും ചിന്തിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ അപ്രകാരമുള്ള ആഗ്രഹങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. എൻ്റെ ഭർത്താവ് ഇപ്രകാരമായിരിക്കണം, എൻ്റെ ഭാര്യ ഇപ്രകാരമായിരിക്കണം, നമ്മുടെ ജീവിതം ഇപ്രകാരമായിരിക്കണം എന്നുള്ള ആഗ്രഹം നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് തക്കതായിട്ടുള്ള തുണയെ നൽകും. അത് സ്ത്രീയോടും പറയുന്നു, പുരുഷനോടും പറയുന്നു. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനയോടുകൂടി തുടങ്ങുക. എനിക്കിതാണ് എൻ്റെ ആഗ്രഹങ്ങൾ, ഇതാണ് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ ദൈവത്തിലേക്ക് സമർപ്പിക്കുകയാണ്, എനിക്ക് തക്കതായിട്ടുള്ള തുണയെ അങ്ങ് നൽകണമേ എന്ന് ഓരോ
യൗവനക്കാർ, അത് സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും പ്രാർത്ഥനയോടുകൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിത്യമായിട്ട് നിലനിൽക്കുന്ന ഒരു വിവാഹബന്ധം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കും. ആമേൻ. അതുപോലെ തന്നെ മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടി, അത് ആൺമക്കളായിരുന്നാലും പെൺമക്കളായിരുന്നാലും, അവർക്ക് വേണ്ടി തക്കതായിട്ടുള്ള തുണയെ കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ തുടങ്ങുക. നിങ്ങളുടെ പാസ്റ്ററിനെ വീട്ടിൽ വിളിച്ചു വരുത്തുക. ഒരു ഉപവാസ പ്രാർത്ഥന അങ്ങനെ ആകിക്കോട്ടെ. അപ്രകാരം ഒരു പ്രാർത്ഥനയോടുകൂടി എൻ്റെ മകന്, എൻ്റെ മകൾക്ക് നല്ലൊരു തുണയെ ലഭിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തക്കതായിട്ടുള്ളൊരു തുണയെ ദൈവം കൊണ്ടെത്തിക്കും. രണ്ടാമത്തെ കാര്യം പറയുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അവിടെ പറയുന്നു, വിവാഹം ജനങ്ങളുടെ ഇടയിൽ മാന്യവും അതുപോലെ തന്നെ കിടക്ക നിർമ്മലവും ആയിരിക്കും. അതുപോലെ വ്യഭിചാരികൾക്കും ദുർനടപ്പുകാർക്കും ദൈവം ശിക്ഷ വിധിക്കുമെന്ന് പറയുന്നു. അപ്പം വിവാഹബന്ധത്തിന് മുമ്പ് നമുക്ക് എങ്ങനെയും ജീവിക്കാം എന്ന ചിന്ത ആരും മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ പാടില്ല. ഇവിടെ പറയുന്നു, വിവാഹമെന്ന് പറയുന്നത് എല്ലാവരുടെ ഇടയിൽ മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കണം. ദുർനടപ്പും അതുപോലെ തന്നെ വ്യഭിചാരവും. ദുർനടപ്പും വ്യഭിചാരവും എന്ന് പറയുമ്പോൾ, ദുർനടപ്പെന്ന് പറയുന്നത് തെറ്റായ ജീവിതം, മയക്കുമരുന്നും അതുപോലെ തന്നെ അവരുടെ ജീവിതം മദ്യപാനത്തിലുമെല്ലാം നിന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഇതൊക്കെ അങ്ങ് മാറ്റിക്കോളാം. പിന്നെ വ്യഭിചാരം, അന്യ പരപുരുഷ ബന്ധവും പരസ്ത്രീ ബന്ധവും എല്ലാം വേണ്ടിയിട്ട് കല്യാണം കഴിയുമ്പോൾ ഇതൊക്കെ മാറിക്കോളും എന്ന ചിന്തയാണെങ്കിൽ തക്കതായിട്ടുള്ള തുണ നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങൾ മക്കൾക്ക്, യൗവനക്കാരായ മക്കൾക്ക് ചെറുപ്പം മുതൽ, അവർ യൗവനത്തിൽ എത്തുന്ന അതിന് മുൻപ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ മോശയുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. മക്കൾക്ക് അതുപോലെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ എപ്രകാരം ജീവിക്കണം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളുടെ നല്ല ജീവിതമായിരിക്കും ദൈവം തക്കതായിട്ടുള്ളൊരു തുണയെ കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, തക്കതായിട്ടുള്ള തുണ ദൈവം നൽകും. രണ്ടാമത്, അപ്രകാരം ദൈവം നൽകണമെങ്കിൽ നമ്മുടെ കിടക്ക നിർമ്മലമായിരിക്കണം. അതുപോലെ തന്നെ നാം ദുർനടപ്പിലേക്ക് പോകാതെയും വ്യഭിചാരത്തിലേക്ക് പോകാതെയും ഇരിക്കണം. വിവാഹം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മാന്യമായിരിക്കണം. മാന്യമായിരിക്കണം എന്ന് പറയുമ്പോൾ അവൻ മാന്യനായിട്ട് ജീവിച്ചിരുന്നു, അതുകൊണ്ട് അവനൊരു മാന്യമായിട്ടുള്ള വിവാഹബന്ധം ലഭിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുവാൻ തക്കതായിട്ടുള്ള ജീവിതം വിവാഹബന്ധത്തിന് മുൻപ് ഒരു സ്ത്രീക്കും അതുപോലെ തന്നെ പുരുഷനും യൗവനക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്രകാരം ഉണ്ടായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കരുതൽ നിങ്ങളുടെ മേലുണ്ടായിരിക്കുകയും അതുപോലെ തന്നെ തക്കതായിട്ടുള്ളൊരു തുണയെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ആമേൻ. ഇവിടെ മൂന്നാമത്തെ കാര്യം പറയുന്നു, 1 തീമോഥെയോസ് 3:2 പറയുകയാണ്, ആർക്കൊക്കെ വിവാഹം കഴിക്കാമെന്നതിനെക്കുറിച്ച് പറയുന്നു. തീമോഥെയോസ് ലേഖനം താഴോട്ട് വായിക്കുമ്പോൾ, വിവാഹം ഭൂമിയിലുള്ള എല്ലാവർക്കും കഴിക്കാം. എന്തിനാണെന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ്. ദൈവം നമുക്ക് അനുഗ്രഹം നൽകുമോ? പരിശുദ്ധമായിട്ടുള്ള അനുഗ്രഹം, ശബദം വിവാഹം നമുക്ക് നൽകുമ്പോൾ ഈ അനുഗ്രഹം, എനിക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്ന വ്യക്തികളെടുത്ത്, സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും പറയുന്നത്, ദൈവം ആദ്യം നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹമായി പരിശുദ്ധമായിട്ട് മാറ്റിവെച്ച അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നിങ്ങൾ വേണ്ട എന്ന് പറയുന്നത്. പിതാവായ ദൈവം നിങ്ങൾക്ക് നൽകിയ ആദ്യത്തെ അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹം നിങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവം നൽകുന്ന വിവാഹ ജീവിതം തക്കതായിട്ട് നമ്മൾ വിനിയോഗിക്കണം. എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുവാൻ പാടില്ല. പിന്നെയുള്ള കാര്യം പറയുന്നത്, സദൃശവാക്യങ്ങൾ 18 ഒരു സ്ത്രീ എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നു. അതിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ബൈബിളുണ്ടെങ്കിൽ ഒരു യൗവനക്കാരികൾ ഓടിച്ചെന്നത് വായിക്കുക. സദൃശവാക്യങ്ങൾ 18 ഞാൻ എപ്രകാരമായിരിക്കണം, വിവാഹത്തിന് മുൻപ് ഏതൊരു യൗവനക്കാരത്തെയും ഇപ്രകാരമായിരിക്കണം, എനിക്ക് ഇപ്രകാരമുള്ള, അതിൽ കുറേ ക്വാളിറ്റീസ് പറയുന്നുണ്ട്. സമയപരിമിതി കൊണ്ട് എനിക്ക് അത് പറയുവാൻ കഴിയില്ല, പക്ഷെ കുറേ ക്വാളിറ്റീസ് അവരിൽ പറയുന്നുണ്ട്. ഒരു സ്ത്രീ ഇപ്രകാരമായിരിക്കണം, ദൈവത്തെ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ഒരു പുരുഷൻ ആദ്യം ചിന്തിക്കേണ്ടത്,
എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു സ്ത്രീയാണോ എനിക്ക് ലഭിക്കുവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് എപ്പോഴും ഒരു പുരുഷൻ ചിന്തിക്കണം. സൗന്ദര്യം വേണ്ട എന്നല്ല, കഴിവും വിദ്യാഭ്യാസം വേണ്ട എന്നല്ല. ആദ്യം ചിന്തിക്കേണ്ടത് ദൈവവുമായിട്ടുള്ളൊരു ഈടാർന്ന ബന്ധം ഞാൻ കല്യാണം കഴിക്കുവാൻ പോകുന്ന ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഉണ്ടോ എന്ന് ഏതൊരു പുരുഷനും ചിന്തിക്കണം. അതാണ് ഏറ്റവും നിലനിൽക്കുന്ന ക്വാളിറ്റി. അതുണ്ടായിരുന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ദൈവം നൽകിക്കൊള്ളും. പിന്നെ രണ്ടാമത്തെ കാര്യം, എഫേസ്യർക്കെതിരെ ലേഖനം 5:23 വായിക്കുമ്പോൾ അവിടെ പുരുഷൻ എന്താണ്? കുടുംബത്തിൻ്റെ തല അല്ലെങ്കിൽ സ്ത്രീയുടെ തലയെന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു സഭയുടെ തലയായതുപോലെ വളരെ വ്യക്തമായിട്ട് പറയാണ് കർത്താവ് യേശു ക്രിസ്തു എങ്ങനെയാണ് സഭയുടെ തലയായത്. ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയാം, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനപ്രകാരം അനുസരിച്ചാണ്, ദൈവഹിതം അനുസരിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു സഭയെ വഴി നടത്തുന്നത്. അതുപോലെ ഒരു പുരുഷൻ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ദൈവഹിതപ്രകാരം എൻ്റെ ഭാര്യയെ ഞാൻ വഴി നടത്തണം, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുവാൻ പോകുന്ന ഏതൊരു കുട്ടിയാണെങ്കിലും വഴി നടത്തണം. അതുപോലെ തന്നെ സ്ത്രീകൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനപ്രകാരം അനുസരിച്ച് ജീവിക്കുകയും ഏതൊരു തീരുമാനം എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം അടിസ്ഥാനമായി എടുക്കുകയും പ്രാർത്ഥനയോടെ എടുക്കുന്ന ഒരു പുരുഷനെ എനിക്ക് ലഭിക്കണമേ എന്നാഗ്രഹിക്കുന്ന സ്ത്രീകൾ, നിങ്ങൾക്ക് നല്ല ഒരു വിവാഹബന്ധമുണ്ടായിരിക്കും. ആമേൻ. അങ്ങനെ കാര്യങ്ങൾ ദൈവം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. വീണ്ടും പറയുകയാണ്, 1 കൊരിന്ത്യർ 7:4-5 പറയുന്നത്, അവിടെ പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. അന്യോന്യം പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോട് എല്ലാം തുറന്നു പറയുന്നു. നമ്മുടെ രഹസ്യ പാപങ്ങളും നമ്മൾ ദൈവത്തോട് തുറന്നു പറയുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അതിൻ്റെ സാരാംശമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അന്യോന്യം രഹസ്യങ്ങൾ പാടില്ല. ഭാര്യ എന്ത് ചെയ്യണമെന്ന് ഭർത്താവ് അറിഞ്ഞിരിക്കണം, ഭർത്താവ് എന്ത് ചെയ്യണമെന്ന് ഭാര്യ അറിഞ്ഞിരിക്കണം. അപ്രകാരം ഉള്ള ഒരു ജീവിതമാകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വിവാഹബന്ധം എന്ന് പറയുന്നത് ബൈബിൾ എന്താണ് അനുശാസിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ദൈവം തക്കതായിട്ടുള്ളൊരു തുണയെ നിങ്ങൾക്ക് എത്തിക്കും. അതിന് പ്രാർത്ഥനാ ജീവിതം നയിക്കണം, നിർമ്മലമായിട്ട് ഇരിക്കണം, ദുർനടപ്പ് പാടില്ല. അപ്രകാരം വരുമ്പോൾ നല്ലൊരു പുരുഷനെയും നല്ലൊരു സ്ത്രീയെയും ലഭിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വിവാഹബന്ധമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരിക. അപ്രകാരം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കും. അതിനായി ദൈവം നിങ്ങളെ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, അടിയങ്ങളുടെ ജീവിതത്തിൽ, യൗവനക്കാരുടെ ജീവിതത്തിൽ വിവാഹബന്ധത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടും ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിട്ടും കണ്ടുകൊണ്ട് അതിലേക്ക് ഒരുങ്ങുവാൻ അങ്ങ് അനുഗ്രഹിക്കണം. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.